കതക് തുറക്കുന്ന കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ കാണാ കതക് മലർക്ക തുറന്നിട്ടിരിക്കുന്നു. അതിനുശേഷം മുറി ചെന്നപ്പോ അവനെ അവിടെ കാണുന്നില്ല. നമ്മൾ എല്ലായിടും നോക്കിയല്ലോ അമ്മേ, എന്നിട്ട് പിന്നെ എവിടെ പോയെന്ന് ആർക്കറിയാം. അവനിപ്പോ ഒരു രാത്രി സഞ്ചാരമുണ്ട്. അവന്റെ പിന്നാലെ നടക്കുവാ കണ്ണന്റെ അച്ഛൻ. കണ്ണന്റെ അച്ഛനെ കൊന്നത് അങ്ങേരല്ലേ? അതിന്റെ ശിക്ഷയാ ഇപ്പൊ അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മനഃപൂർവ്വം കൊന്നതല്ലല്ലോ. മഴയത്ത് അവന്റെ ലോറിയുടെ മുന്നിലേക്ക് കണ്ണന്റെ അച്ഛൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് ചാടിച്ചതല്ലേ? ആർക്കറിയാം എന്താ സംഭവിച്ചെന്ന്. ഡേ, കാണാതായത് നിന്റെ കെട്ടിയോനെയാ. ആ സമയത്ത് അവനെ കുറ്റപ്പെടുത്താതെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കടി. അതൊരു ഓട്ടോയാണല്ലോ. അയ്യോ, എന്ത് പറ്റിയടാ പ്രതാപ? എന്താ പറ്റിയതെന്ന് അറിയില്ല. ഓടി അണച്ചു വന്ന് എന്റെ ഓട്ടോയുടെ മുന്നിൽ വന്ന് വീഴുമായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതാ. മോഹിനി, നിന്റെ പൈസ ഇരിപ്പുണ്ടെങ്കിൽ ഇവനെ എത്രയാന്ന് വെച്ചാൽ കൊടുത്തു വിട്. വാങ്ങിച്ചോണ്ട് പോടാ കൊച്ചനെ. ശരി. എന്താടാ പറ്റിയേ? ഒന്നും പറയണ്ട. എന്താ സംഭവിച്ചെന്നൊക്കെ പറയാമേ. വാ അമ്മ, അകത്തോട്ട് വാ. എനിക്ക് പുറത്ത് നിൽക്കാൻ പേടിയാ. ഒരു മിനിറ്റ് ഇവിടെ നിൽക്കാൻ ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. എന്താ പറ്റിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആ വിശ്വനാഥൻ നിന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയല്ലേ? ഇത്തവണ അത് മാത്രമല്ല അമ്മയെ സംഭവിച്ചത്. വേറൊരു കാര്യം കൂടെ നടന്നു. നമ്മുടെ സംശയം ഏതാണ്ട് ശരിയാ. എന്താടാ? മനുഷ്യനല്ല, അവൻ മനുഷ്യനല്ല അമ്മേ. ആര്? അവൻ തന്നെ, ആ മാർക്കോ. അവനാണോടാ രാത്രി നിന്നെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയേ? അതോ ഉറങ്ങിക്കിടന്ന് നിന്നെ കഥ അടിച്ചു പൊളിച്ചു വന്നു പൊക്കിക്കൊണ്ടുപോയോ? എന്താ സംഭവിച്ചൊന്നും എനിക്ക് അറിയില്ലമ്മേ. എനിക്ക് ബോധം വരുമ്പോ എന്റെ മുന്നിൽ അവരുണ്ട്, ആ മാർക്കോ. ഞാൻ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്നു പോയായിരുന്നു. അവൻ്റെ അടുത്ത് എന്നെ വീട് വരെ ഒന്ന് എത്തിക്കാൻ ഞാൻ അവനോട് കാല് പിടിച്ച് പറഞ്ഞ, പക്ഷെ അവനത് കേട്ടില്ല. എന്നിട്ട് അവൻ ബൈക്ക് വിട്ട് ഒറ്റ പോക്ക. അതിനാണോ അവൻ മനുഷ്യനല്ലെന്ന് നീ പറഞ്ഞ? അതല്ല. അല്ല, ഒരു കണക്കിനത് ശരിയാ. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാത്തവൻ ഒരു മനുഷ്യനല്ല. അതല്ല അമ്മേ ഞാൻ പറഞ്ഞേ. അവൻ ബൈക്ക് വിട്ടു പോയപ്പോ അവന്റെ പിന്നിൽ തിരിഞ്ഞിരുന്ന് ബൈക്ക് ഓടിക്കുന്നവര് ഒരു സാധനം ഉണ്ടായിരുന്നു. സാധനോ? ആ അമ്മേ, ഒരു പ്രേതം ഉണ്ടായിരുന്നു. ആരുടെ പ്രേതം? അവന്റെ തന്നെ, ആ ലോറി കയറി ചത്തവന്റെ. നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം അമ്മേ. മാർക്കോടെ വണ്ടിയുടെ പുറകിലിരുന്ന് വിശ്വനാഥന്റെ പ്രേതം പോയെന്നോ? പോയമ്മേ, പോയി. ബൈക്കിന്റെ പിന്നിൽ എങ്ങനെ ഇരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മയടുത്ത്. അത് കണ്ടോണ്ട് ഞാൻ ഒറ്റ ഓട്ടോ ആയിരുന്നു. പിന്നെ വന്ന് വീഴുന്നത് ആ ഓട്ടോറിക്ഷക്കാരന്റെ മുമ്പിലാ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഏതെങ്കിലും ലോറി കയറി ഞാൻ ചത്തേരെ. ചേട്ടാ, ഇത് വലിയ ഇടങ്ങാറായല്ലോ പ്രതാപ. അമ്മ ഒരു കാര്യം ചെയ്യ്. എന്തായാലും ഇന്ന് ഈ ഉറക്കം വരത്തില്ല. ഇനി അഥവാ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അമ്മയും കൂടി ഈ മുറിയിൽ ഉണ്ടാവണം. എന്താ അമ്മേ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് പിന്നെ ഇങ്ങനൊരു സാഹചര്യത്തിൽ നീ ഒറ്റയ്ക്ക് കിടക്കുന്ന നല്ലത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, മോഹിനിയോട് പറ ഈ മുറിയിൽ വന്ന് കിടക്കാൻ. ഒന്നുമില്ലേലും നിങ്ങൾ ഭാര്യ ഭർത്താവുമല്ലേടാ? ഞങ്ങൾ 2 മുറിയിലായിട്ട് വർഷങ്ങളായില്ലേ അമ്മേ. എന്നാലും നീ സ്നേഹത്തോടെ ഒന്ന് പറഞ്ഞു നോക്കണം. അവൾ ഈ മുറിക്കകത്ത് വന്ന് കിടന്നാലേ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവളെ കണ്ടു കഴിഞ്ഞാലേ പ്രേതങ്ങൾ ഓടിപ്പോവും. എന്നാ ഞാൻ ഈ മുറിക്കകത്ത് കിടക്കുവാണെങ്കിൽ
ചിലപ്പോ ആ പ്രേതം എന്നോട് കൂട്ടുകൂടാൻ വന്നെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ ചെയ്യാൻ നോക്ക്. അമ്മേ പോലമ്മേ. അവിടെ കിടന്ന് ഉറങ്ങു പ്രതാപ. അമ്മേ അമ്മേ. അതെ, കണ്ണു അടച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിക്കോ. സുഖമായിട്ട് ഉറക്കം വരും. കിടന്നു കിടന്നു. അമ്മേ അവിടെ ഇരുന്നോണം, എന്റെ കൂടെ വരരുത്. അയ്യോ ആ, അമ്മ. അവിടെ ഇരുന്നോ, അവിടെ പോയിരിക്കേ. ഓ എൻ്റെ അച്ഛനെ ആവാഹിക്കുന്നേ. അന്ന് മരിച്ച സമയത്ത് ഞാൻ കുറേ നാൾ ഹോസ്പിറ്റലിലായിരുന്നല്ലോ. മരിക്കോ ജീവിക്കോ എന്നറിയാത്ത ഒരവസ്ഥയായിരുന്നു അന്നെൻ്റെ. ആ സമയത്ത് അമ്മാവൻ്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകളൊക്കെ നടന്നത്. ഇപ്പൊ പറയുന്ന ഒന്നും ചെയ്തില്ലെന്നാ. എന്നിട്ടിപ്പോ അച്ഛനെ ആവാഹിക്കാൻ നോക്കുക ഏതോ ഒരു കള്ള മന്ത്രവാദിയും കൊണ്ട്. സാറിനതിൽ വിഷമമുണ്ടല്ലേ? ആ, നല്ല വിഷമമുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഓർമ്മകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ വീട്ടിൽ വെച്ചിട്ടില്ല. ആ സമയത്താ വേണ്ടാത്ത കർമ്മങ്ങൾ ചെയ്യുന്നേ. സാറ് വിഷമിക്കണ്ട സാറേ, അത് ഞാൻ അലമ്പി തരാം. പൂജകൾ നടക്കുമ്പോൾ അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കണം. സാറിന് ആ പൂജ നടത്തുന്നതിനോട് താല്പര്യമൊന്നുമില്ലല്ലോ. എൻ്റെ അച്ഛൻ എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആത്മാവിനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞുവിടാൻ പാടില്ലെന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ള മന്ത്രവാദത്തെയൊന്നും അനുകൂലിക്കാൻ പറ്റില്ല. അത്രയും കേട്ടാൽ മതി. ഇനിയിപ്പോ സാറ് പറഞ്ഞില്ലെങ്കിൽ ശരി, ഞാനവിടെ വരും. അല്ലെങ്കിൽ തന്നെ അവനെ അവളെയൊക്കെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. സാറിൻ്റെ അനിയനെയും അവൻ്റെ കെട്ടിയോളെയും. പിന്നെ സാറിൻ്റെ അച്ഛൻ സാറിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് 100% സത്യം. അല്ല, സാർ എപ്പോഴെങ്കിലും അച്ഛനെ ആ രീതിയിൽ കണ്ടിട്ടുണ്ടോ? എന്നുവെച്ചാൽ തുടക്കത്തിലൊക്കെ പലപ്പോഴും അച്ഛൻ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുവനെ സാറിൻ്റെ അച്ഛൻ പേടിപ്പിക്കുന്നില്ലേ, ആ പ്രതാപനെ? അങ്ങനെ ചിലതും കേട്ടു. അയാൾ എന്തിനെ പേടിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല. അല്ല സാറേ, പ്രതാപൻ നല്ലൊരു ലോറി ഡ്രൈവറായിരുന്നു ഒരിക്കൽ. ഇനി അയാളായിരിക്കോ സാറും അച്ഛനും കൂടി പോയ ബുള്ളറ്റിൽ ലോറി കൊണ്ടുവന്ന് ഇടിച്ചത്? ഞാൻ ഇന്നും അന്വേഷിക്കുന്ന ഒരുത്തനാ ആ ലോറി ഡ്രൈവർ. അതാരാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അന്ന് ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ആക്സിഡന്റ് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അച്ഛൻ മരിച്ച ശേഷം അതേപ്പറ്റി ആരും തിരക്കിയിട്ടുമില്ല. ഒരു സാധാരണ ആക്സിഡന്റായി അതിനെ എഴുത്തള്ളി. സാറേ, ഞാൻ എപ്പോഴും പറയാറില്ലേ, സാറിനെയും മഹാലക്ഷ്മിയൊക്കെ വലയം ചെയ്ത് ഒരു ശക്തിയുണ്ടെന്ന്. അതുകൊണ്ട് സാർ ആ കൊലയാളിയെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം അവന് സാറിന് മുന്നിൽ വരേണ്ടി വരും. സാറിൻ്റെ അച്ഛൻ്റെ ആത്മാവ് തന്നെ അവനെ സാറിൻ്റെ മുന്നിൽ കൊണ്ടെത്തിക്കും. പൂജയെപ്പറ്റി പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് പൂജ നടത്താൻ വരുന്ന മന്ത്രവാദിയുണ്ടല്ലോ, അവൻ ഇനി ഒരിക്കലും പൂജ ചെയ്യാത്ത രീതിയിൽ കൈകാര്യം ചെയ്തോളാം. ഒരു വല്ലാത്ത മരണമായിരുന്നല്ലോ അച്ഛൻ്റെ. അതിനുശേഷം പലപ്പോഴും അച്ഛൻ്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അച്ഛനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ ഒരു ഫോട്ടോ പോലും ഞാൻ സൂക്ഷിച്ചിട്ടില്ല. എങ്കിലും ചില രാത്രികളിൽ അച്ഛൻ എന്നെ തേടി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ആവണം പ്രതാപൻ ഇപ്പം എൻ്റെ അച്ഛൻ ശല്യം ചെയ്യുന്നത്. എന്നെ ദ്രോഹിക്കുന്നവരെ അച്ഛൻ്റെ ആത്മാവ് വെറുതെ വിടില്ല. തൻ്റെ രണ്ടാനച്ഛനെ എൻ്റെ അച്ഛനിട്ട് ഓടിക്കാണല്ലോ. മിക്കവാറും അയാളുടെ സ്വഭാവം വെച്ചിട്ട്
കൂടെ കൊണ്ടുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അയാൾക്കിപ്പോ ഒരുപാട് ലോറിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ബിസിനസ്സുകളൊക്കെ നടത്തുന്നുമുണ്ട്. ഒരു സമയത്ത് അങ്ങേരെ ലോറി ഡ്രൈവർ ആയിരുന്നല്ലോ. അതെ. ഇനി ഞാനും അച്ഛനും കൂടി യാത്ര ചെയ്തപ്പോ ഞങ്ങളുടെ ബുള്ളറ്റിലിടിച്ചത് അയാളുടെ ലോറി ആയിരിക്കുമോ? അതെന്താ നിനക്കിപ്പോ ഇങ്ങനൊരു സംശയം തോന്നാൻ? അല്ല, അയാളെ തന്നെ അച്ഛൻ ശല്യം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനൊരു സംശയം. അയാളുടെ ലോറി ആയിരിക്കുമോ ഞങ്ങളുടെ ബുള്ളറ്റിൽ പാഞ്ഞു കയറിയത്? അതും ചിലപ്പോ ശരിയായിരിക്കാം. നിനക്കറിയാലോ അനന്തു, ആ സംഭവത്തിന് ശേഷം എനിക്ക് ലോറി കാണുന്നതേ പേടിയാ. എന്റെ അച്ഛനെ കൊന്ന ആ ലോറി ഡ്രൈവറെ എന്നെങ്കിലും ഒരു ദിവസം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണേ ഭഗവാനേന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. ഒരു കാര്യം ഉറപ്പാ, അന്ന് ലോറി കൊണ്ടിടിച്ചത് പ്രതാപനല്ലെങ്കിൽ പ്രതാപനെ പോലെ ഒരാൾ തന്നെയാ. അതുകൊണ്ടാ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു ദയാദാക്ഷിണ്യം കാണിക്കാതെ വണ്ടി ഓടിച്ചു പോയത്. കണ്ണേട്ടൻ കുറെ നാളായി ICUവിൽ തന്നെ ആയിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയത് മാസങ്ങൾക്ക് ശേഷം. ഇതിനകം കണ്ണേട്ടന്റെ അച്ഛന്റെ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് അവരൊക്കെ ചെയ്തു കാണും. എന്തോ അറിയില്ല, അന്നെല്ലാം ചെയ്തിരുന്നത് അമ്മാവനാ. അങ്ങേർക്ക് എന്റെ അച്ഛനോട് വലിയ ആത്മാർത്ഥത ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോ പൂജ നടത്തേണ്ടത് തടയേണ്ട കാര്യമുണ്ടോ? നീ എന്താടാ ഈ പറയുന്നേ? അവരാവാഹനവും ഉച്ചാടനവും ഒക്കെയാ നടത്താൻ പോകുന്നത്. എന്റെ അച്ഛൻ എനിക്കിപ്പോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിന്നോട്ടെ. ആരും അച്ഛനെ ഇവിടുന്ന് ഓടിക്കണ്ട. എന്നെ എന്റെ അച്ഛൻ ശല്യം ചെയ്യുന്നില്ലല്ലോ. ഞാൻ സ്നേഹിക്കുന്നവരെയും ശല്യം ചെയ്യുന്നില്ല. അച്ഛനിപ്പോ പിന്നാലെ പോയിരിക്കുന്നത് പ്രതാപന്റെയാ. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടതിന് പിന്നിൽ എന്റെ അച്ഛനുണ്ടെന്നാ എന്റെ വിശ്വാസം. അല്ല, താനെന്തെങ്ങനെ അപ്സെറ്റായി നിൽക്കുന്നേ? ഒന്നുമില്ല കണ്ണേട്ടാ. കണ്ണേട്ടൻ അച്ഛനെ കുറിച്ച് പറയുമ്പോഴൊക്കെ വല്ലാതെ ഇമോഷണൽ ആവാറുണ്ട്. തന്റെ വീട്ടിൽ താൻ മരിച്ചെന്ന് കരുതിയിട്ട് ഇതുപോലെ പൂജയൊക്കെ നടത്തിയല്ലോ. പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ കള്ളമന്ത്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരൊന്നും എന്റെ വീട്ടുമുറ്റത്ത് പൂജ നടത്തണ്ട. എന്റെ കൂടെയുള്ള എന്റെ അച്ഛൻ അങ്ങനെ തന്നെ നിന്നോട്ടെ, എന്റെ മരണം വരെ. അതുകൊണ്ടാ ഞാൻ മാർക്കോയുടെ സഹായം തേടിയത്.
പൂജകൾ നടക്കാൻ പോവുക. ഈ സമയത്ത് ഞാൻ എന്തു ചോദിച്ചാലും അതിനെനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടണം. ദുർമരണം സംഭവിച്ചയാൾ ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങളിൽ ആരെങ്കിലുമായിട്ട് അദ്ദേഹത്തിന് ശത്രുത ഉണ്ടായിരുന്നോ? ഒന്നുകൂടി വ്യക്തമായി പറയാം. ഈ നിൽക്കുന്നതിൽ ആരായിരുന്നു അദ്ദേഹത്തിന്റെ ശത്രു എന്നാ ചോദിച്ചത്. തിരുമേനി, അങ്ങനെ ഞങ്ങൾ ആരുമായിട്ട് അദ്ദേഹത്തിന് ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെയൊക്കെ വിശ്വേട്ടന് വലിയ സ്നേഹമായിരുന്നു. ആ ഉത്തരം അത്ര തൃപ്തികരമല്ലല്ലോ. നിങ്ങളിൽ ഒരാളോട് അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത വെറുപ്പുണ്ടായിരുന്നു. ഞാനാണിനി ആ ദുഷ്ടനെ കൊല്ലാൻ ആളെ വിട്ടതെന്ന് ഇയാളെങ്ങാനും വിളിച്ചു പറയുവോ? വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? എന്താ ഒരു വെപ്രാളം പോലെ, ഒരു പരവേശം? അങ്ങനൊന്നുമില്ല. തിരുമേനി, ഏട്ടനെ സംശയിക്കൊന്നും വേണ്ട. വിശ്വേട്ടന് ആദ്യ ഭാര്യയെ നഷ്ടപ്പെട്ട ശേഷം വാമേട്ടന്റെ പെങ്ങളായ എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പറഞ്ഞതേ വാമേട്ടനാ. അപ്പോ അളിയനും അളിയനും ആണല്ലേ? അതെ. അപ്പൊ പിന്നെ ഇയാളോടായിരുന്നോ മരിച്ച പ്രേതത്തിന് പക? അയ്യോ, തിരുമേനി എന്താ ഈ പറയുന്നേ? വിശ്വേട്ടൻ മരിക്കുമ്പോ ഉണ്ണിമോൻ കുഞ്ഞല്ലായിരുന്നോ? ആ, അതെ അതെ. പല കുഞ്ഞന്മാരും കുഞ്ഞമ്മമാരും ഗ്രഹണ സമയത്ത് തല പൊക്കും. കളി എന്നോട് വേണ്ട കേട്ടോ. ഇയാളെ കൊണ്ടുവന്നവരെ വേണം ആദ്യം അടിക്കാൻ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മരിച്ചിട്ടും അലഞ്ഞു തിരിയുന്ന പ്രേതം ആരുമായിട്ടായിരുന്നു ശത്രുതയെന്ന് ചോദിച്ചാ എല്ലാവർക്കും പറയാൻ ബുദ്ധിമുട്ടാവും. എന്നാൽ ആ ആത്മാവിന് ആരോടാണ് കൂടുതൽ സ്നേഹമെന്ന് ചോദിച്ചാ അതിനുത്തരം പറയാൻ 100 നാവായിരിക്കും എല്ലാവർക്കും. പറഞ്ഞാട്ടെ, ആ ആത്മാവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ്? അത് ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണല്ലോ ഇയാൾ വന്നത്. വിശ്വന്റെ മൂത്ത മകനാ കണ്ണൻ. ആ, മൂത്ത മോൻ ഇങ്ങോട്ട് ഇറങ്ങി വാ. കണ്ണനുമായിട്ട് ഒന്നിച്ച് ബൈക്കിൽ പോകുമ്പോഴാ വിശ്വേട്ടന് അപകടം ഉണ്ടായത്. പിന്നെന്താ സംഭവിച്ചതെന്ന് തിരുമേനിക്ക് അറിയാമല്ലോ. അറിയാം, എല്ലാം എനിക്കറിയാം. അന്ന് സംഭവിച്ചതും അതിനു മുന്നേ സംഭവിച്ചതും
ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ കേവലം ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി പോകുന്ന ഒരു മന്ത്രവാദി മാത്രമല്ല. ഞാൻ അമ്പലങ്ങളിൽ ദേവപ്രശ്നത്തിന് പോകാറുണ്ട്. എന്റെ പ്രശ്നത്തിൽ തെളിഞ്ഞതൊന്നും തെറ്റാറില്ല. ഇവിടെയും പലതും തെളിയാൻ പോവുകയാണ്. ഇനിയിപ്പോ ആ അപകടം ഒരു സാധാരണ അപകടമല്ലെങ്കിൽ പോലും അതൊക്കെ ഇവിടെ തെളിയും. എന്നുവെച്ചാ ദുർമരണം സംഭവിച്ച അയാളെ ആരെങ്കിലും മനഃപൂർവ്വം കൊലപ്പെടുത്തിയതാണെങ്കിൽ അവരെയും ഞാനിവിടെ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോര ഘോര തനതന രൂപ ചട ചട പ്രചട പ്രചട കഹ കഹ ബന്ധ ബന്ധ ഘാതയ ഘാതയ. ഓം ഫട് സ്വഹ. ഓം ആത്മാവ് ഈ പരിസരത്ത് തന്നെയുണ്ട്. ആ പ്രേതത്തെ ആവാഹിച്ച് ഈ കുടത്തിലാക്കി ആ ദേഹം വെടിഞ്ഞ ആള് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൂത്ത മകൻ തന്നെ കടലിൽ കൊണ്ടുപോയി നിമജ്ജനം ചെയ്യണം. ഭൂമിയിലെ ജീവിതം തീർന്നതാണല്ലോ, പിന്നെ എന്തിനാ അവിടെ കിടന്ന് അലയുന്നത്? ഈ അലച്ചിൽ തുടങ്ങിയിട്ട് 10-20 വർഷം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും പോയിക്കൂടെ? പോകാത്തതൊക്കെ ഇനി പോകും. ഗുരുഭ്യോ ഗംഗണപതേ താരശക്തിയെ മൂലപ്രകൃതിയെ ആദിപൂർണ്ണ അനന്തായ പൃഥ്വേ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവരവായ സ്വാഹ. മൂത്ത മോൻ എന്താ പേര് പറഞ്ഞത്? കണ്ണൻ. കണ്ണൻ. മരിച്ച സമയത്ത് ആളിന്റെ പൂർണ്ണ രൂപം ഉള്ളിൽ ആവാഹിക്കണം. അന്നത്തെ ദിവസത്തെ പറ്റി ഒന്ന് ഓർത്തെടുക്കണം. അത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമായിരുന്നു തിരുമേനി. അന്ന് കണ്ണന്റെ പിറന്നാളായിരുന്നു. അതുകൊണ്ട് തന്നെ പിറന്നാളുകാരനെ തൃപ്തിപ്പെടുത്തി ആളുണ്ട്. കണ്ണടച്ച് ആ ആളിന്റെ നല്ല ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുപോവാ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ മകനിലേക്കാവും അച്ഛന്റെ ശ്രദ്ധ. ആ സമയത്ത് വേണം എനിക്ക് അയാളെ ആവാഹിച്ച് ഈ മൺകുടത്തിൽ നിറയ്ക്കാൻ. അതുകൊണ്ട് ഓർത്തെടുക്ക്, ഓർക്കാവുന്നതെല്ലാം ഓർത്തെടുക്ക്. അങ്ങനെ
ഭഗവാനെ തേടി ഒരുപാട് പേര് വന്നു. കാറ്റായിട്ടും കടലായിട്ടും ഒക്കെ. എന്നിട്ടും ഭഗവാനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കംസന്റെ അടവൊന്നും ഉണ്ണിക്കണ്ണനടുത്ത് നടന്നില്ല. അതുകൊണ്ടല്ലേ എൻ്റെ മോന് അച്ഛൻ കണ്ണൻ എന്ന് പേരിട്ടത്. അച്ഛൻ്റെ കണ്ണൻ, കുഞ്ഞിക്കണ്ണൻ. നന്നായി പ്രാർത്ഥിച്ചോ? ആള് മുന്നിൽ തെളിഞ്ഞോ? തെളിഞ്ഞു. എന്റെ മുമ്പിൽ അച്ഛൻ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. കേട്ടല്ലോ, പറഞ്ഞത് കേട്ടല്ലോ എല്ലാവരും. ഇവിടെ ഉണ്ട് ആള്. പക്ഷേ കുറച്ചു നേരം കൂടിയേ കാണൂ. അത് കഴിഞ്ഞാ പിന്നെ ആളിന്റെ പൊടി പോലും കാണില്ല. ആത്മാവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൂത്തമോന്റെ അടുത്ത് പോലും ഇനി അയാൾ വരില്ല എന്നാ പറഞ്ഞത്. ഈ ഭൂമിയില് അയാളുടെ അവസാനത്തെ ദിവസമാണിന്ന്. അച്ഛൻ മോനെ വിട്ടുപോകുന്നതില് മോന് കുറച്ച് സങ്കടമുണ്ട് അല്ലേ? സങ്കടപ്പെടണ്ട മോനെ. അവരവരുടെ ലോകത്ത് പോയി അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. അവരുടെ ലോകം ഇതല്ല. കരഞ്ഞതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇത്രയും നാളിവിടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞ തന്നെ ഒരു ബോണസാണ്. പോയപ്പോ എത്രയായിരുന്നു പ്രായം? അത് പിന്നെ 40 വയസ്സ്. കൃത്യമായിട്ട് അറിയാം അല്ലേ? മരിച്ചിട്ടിപ്പോ 10-20 കൊല്ലം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു തിരുമേനി. എന്നാ കഴിഞ്ഞു. ഈ ഭൂമിയിലെ ജീവിതവും കഴിഞ്ഞു. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് രക്ഷയൊന്നുമില്ല. ഇത് വീരാളിപ്പെട്ട് കിട്ടിയ ദേവപ്രശ്നം വെക്കുന്ന സത്യാനന്ദ സ്വാമികളാണ്. സത്യം പറയുന്നത് കൂടിപ്പോയതുകൊണ്ടാ എനിക്ക് ആ പേര് കിട്ടിയത്. അതുകൊണ്ട് വിശ്വസിക്കാം അച്ഛന് മോക്ഷം കിട്ടിയെന്ന്. ഈ മാർക്കും ഇതോടെ പോയി കിടക്കോ? ഓം സ്വാഹ ഭൂസ്വാഹ സ്വസ്വാഹ ഭൂർഭുവസ്വസ്വാഹ. ഓം ക്ലീം കൃഷ്ണായ സ്വാഹ. ഓം ഫട് സ്വാഹ. ഓം തത് സ്വാഹ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ പരായ പര. പോര്, ഇങ്ങ് പോര്. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നിന്നെ അല്ല, നിന്റെ അമ്മായച്ചനെ ഞാൻ വിളിച്ചത്. വാടാ, മര്യാദയ്ക്ക് വാ. വന്ന് കളത്തിൽ കയറടാ. പിന്നെ കുടത്തിൽ കയറ്. കുടത്തിൽ കയറാതെ കുളമാക്കിയാൽ നിന്റെ 3 തലമുറയ്ക്ക് മുന്നേ ചത്തവന്മാരെയും ഞാൻ ആവായിച്ച് കൂടത്തിലാക്കി കടലിൽ മുക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് വാ. വാ, വാടാ.
ഓം ജാതവേദസേ സോമമരാദീതോ ദഹാദിവേദ സനഃപർഷദ ദുർഗാണി വിശ്വാനാമേ സ്വാഹ ഓം സ്വാഹ ഭുവസ്വാഹ സസ്വാഹ ഭൂർഭുവസ്വാഹ ഓം നമഃ ഓം നമഃ ഓം നമഃ. വിഘ്നുണ്ടല്ലോ. ആ വന്നവന് ഈ പ്രേതവുമായിട്ട് എന്തോ ബന്ധമുണ്ട്. ആരാണവൻ? ഇവൻ കൃത്യസമയത്ത് എങ്ങനെയാ വന്നത്? ആരാ ഇവൻ അയച്ചത്? ചില ആത്മാക്കളെ ആവാഹിക്കുമ്പോൾ അവരുടെ ശത്രുക്കൾ പാഞ്ഞെത്തും, ഇരിക്കപ്പുറതിയില്ലാതെ. ദേ വരുന്നു ഒരുത്തൻ. ആരാടാ നീ? അറിയണോ നിനക്ക് ഞാൻ ആരാണെന്ന്? കണ്ടോ കണ്ടോ, പ്രേതം കേറി മേഞ്ഞ ശരീരമാ. അതിന്റെ രോഷപ്രകടനമാ ഇതൊക്കെ. തീർത്തു തരാമടാ. ഇന്നത്തോടെ നിന്റെ ശരീരത്തെ കേറി കൂടുകൂട്ടിവരെ എല്ലാറ്റിനും ഞാൻ പറഞ്ഞു വിടാമടാ. കേറ്, ഐശ്വര്യമായിട്ട് ഇതിലോട്ട് കേറ്. കേറ്. ദേവി, അയ്യോ, പിടിച്ച് കെട്ടണ അവനെ. പൂജയും മന്ത്രവാദവും. എന്നെ വിടുവോ? എന്നെ രക്ഷിക്കുക. കണ്ണന്റെ അച്ഛന്റെ മോക്ഷത്തിന് വേണ്ടിയിട്ട് പൂജ ചെയ്യാൻ വന്ന പൂജാരിയെ തല്ലി ഓടിക്കരുത്. വിടയാളെ. അയ്യോ, എന്താണ് പറഞ്ഞത്? നീ എന്തിനാ ഇവിടെ വന്നത്? നിനക്കെന്താ ഇവിടെ കാര്യം? മഹാലക്ഷ്മി പറഞ്ഞു ഇവിടെ ഒരു പൂജയും മന്ത്രവാദവും നടക്കുന്നുണ്ടെന്ന്. അതെന്തായാലും മഹാലക്ഷ്മിക്ക് ഗുണമുണ്ടാക്കുന്ന ഒന്നല്ലെന്ന് എനിക്കറിയാം. എന്തു ഗുണം ഉണ്ടാക്കാനാ? അവക്ക് വേണ്ടിട്ട് പൂജ മുടക്കാൻ വേണ്ടി നിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നേ. നിങ്ങൾക്കൊരു മോനുണ്ടല്ലോ, എന്നെ കൊല്ലാൻ നോക്കിയിട്ട് കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരുത്തൻ. അവനാണ് ആ സ്വഭാവം ഉള്ളത്. നാട് നീളെ പെണ്ണും കെട്ടി കുഞ്ഞുങ്ങളെയും ജനിപ്പിച്ച് നടക്കുന്നത് അവനാ. അങ്ങനെ ആണത്തമില്ലാത്ത ഒരുത്തനല്ല ഞാൻ. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മഹാലക്ഷ്മിക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ആരും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതാരായാലും ഞാൻ തടയുക തന്നെ ചെയ്യും. ദേവി,
അയ്യോ ഞാൻ പോവാണേ. എന്താടാ നോക്കി നിൽക്കുന്നേ? കിട്ടിയൊന്നും പോരെ നിനക്കൊക്കെ? പോടാ. അവന്റെ ഒരു മന്ത്രവാദവും പൂജയും. ഓടാ. നിന്നെ ശപിച്ചിരിക്കണു. അതറിയണ്ടടാ. നിന്നെ ഞാൻ ഇപ്പൊ തന്നെ പുകയാക്കി തരാം. അയ്യോ ദേവേ വേണ്ടേ. അയ്യോ ഓ ദേവേ. ഇതെന്റെ വീടാ. ഈ വീട്ടിലൊരു പൂജ നടക്കുമ്പോ അത് അലമ്പിക്കളയാനും ഇവിടേക്ക് വരാനും നിന്നെ അവൾ ചുമതലപ്പെടുത്തിയാല് നീ അത് ചെയ്യോ? സാറിനോട് എനിക്ക് ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ സാറുമായിട്ട് ഒരു ബലപ്രയോഗത്തിന് എനിക്ക് താല്പര്യമില്ല. ഇത് സാറിന് മാത്രം അവകാശപ്പെട്ട വീടല്ല. മഹാലക്ഷ്മിക്ക് കൂടി സാറിന്റെ സർവ്വ സ്വത്തിനും ഇപ്പൊ അവകാശമുണ്ട്. അതുകൊണ്ട് മഹാലക്ഷ്മി ഇവിടെ വന്നൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. അതിന് നിനക്ക് അവള് ശമ്പളം തരുന്നുണ്ടോ? ശമ്പളം വാങ്ങിയിട്ടാണോ ഇതിനു മുമ്പ് സാറിന് വേണ്ടിയും മഹാലക്ഷ്മിക്ക് വേണ്ടിയും ഞാൻ ഓരോരോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? അതിന് സാർ എനിക്ക് പണവും ജോലിയും വാഗ്ദാനവും ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അതൊക്കെ ഞാൻ ചിരിച്ചുകൊണ്ട് തള്ളിയിട്ടേ ഉള്ളൂ. ഞാൻ സ്നേഹിക്കുന്നവർക്ക് ഒരു വിഷമം വന്നാ കൂടെ നിൽക്കും. അതെന്റെ രക്തത്തിൽ അലിഞ്ഞുപോയ സ്വഭാവ. ഇവിടെ ഒരു പൂജ നടത്തുന്നത് വളരെ രഹസ്യമായിട്ടാ. അതെങ്ങനെ നീ അറിഞ്ഞത്? നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് മനസ്സില്ലടാ. എനിക്ക് സൗകര്യമില്ല. ബാക്കി എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു. ഇനി നീയാണ് ബാക്കിയുള്ളത്. തല്ലെരന്ന് വാങ്ങരുത്. സകല ഗുണ്ടകളും വീട്ടിൽ കയറി ഇറങ്ങുവാ. ഞങ്ങൾ ഗുണ്ടാളാ. എന്നാലേ ഗുണ്ടായുസം കാണിക്കുന്നത് ദൈവന്റെയും ഇയാളെയും പോലുള്ള ആൾക്കാരുടെ അടുത്താ. അല്ലാത്തവരെ നെഞ്ചോട് ചേർത്ത് നിർത്തും. സാറേ, സാറും മഹാലക്ഷ്മിയും വേർപിരിഞ്ഞ് നിൽക്കുന്നതിന്റെ പേരില് സ്നേഹം കാട്ടി അടുത്തു കൂടിയവരൊക്കെ സാറിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരാ. അത് സാറിനും അറിയാം. അതുകൊണ്ട് മനുഷ്യന്റെ മുഖവും മൃഗത്തിന്റെ സ്വഭാവമുള്ള ഇവനെയൊക്കെ അധികം താലോലിക്കാതെ അകറ്റി നിർത്തുന്നത് തന്നെയാ നല്ലത്. നിന്നെ വിശ്വസിച്ചതാടാ ഇവന് പറ്റിയ തെറ്റ്. കണ്ണാ, എന്റെ മോനെ കൊല്ലാതെ കൊന്ന പോലെ നാളെ നിന്നെയും തീർക്കാൻ പറയും ഇവനോട്. ഒരു കല്യാണത്തിലൂടെ നിന്റെ ജീവിതം തൂത്തെറിയാൻ ശ്രമിച്ചവൾ. അല്ലെങ്കിൽ തന്നെ ഇതുപോലൊരു പൂജ നടക്കുന്ന സമയത്ത് ഇവനെ പോലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ? ഇത് കണ്ണേട്ടന്റെ അച്ഛനെ ആവാഹിക്കുന്ന പൂജയല്ലേ? കണ്ണൻ സാറിന്റെ അച്ഛനെ അങ്ങനെ ആവാഹിക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങനെ ആവാഹിക്കാനുള്ള പൂജ തരപ്പെടുത്തി തരാം. നിന്റെ അച്ഛനെ തല്ലിക്കൊന്നു കഴിയുമ്പോ നീ ഇപ്പൊ പോയ മന്ത്രവാദിയെ വിളിച്ചിട്ട് ആവാഹനവും ഉച്ചാടനവും ഒക്കെ നടത്ത്. അതാണ് നല്ലത്. അന്ന് ഈ പാമ്പിനെയൊക്കെ നോവിച്ചു വിടും പോലെ ഒന്ന് നോവിച്ചു വിട്ടതാ. അതുകൊണ്ടും അവനും അവന്റെ അമ്മയും നീയും പഠിച്ചില്ലെങ്കിലേ നിന്റെ ചത്ത പാമ്പിന് നിനക്ക് കർമ്മം ചെയ്യേണ്ടി വരും. ആ വിഷപ്പാമ്പിനെ ഞാൻ തല്ലിക്കൊല്ലുമെന്നാ പറഞ്ഞു വന്നത്. അയ്യോ, നീ വലിയ ഭീഷണിയൊന്നും മുഴക്കണ്ട. അതും എന്റെ വീട്ടുമുറ്റത്ത് നിന്നോണ്ട്. ഇത് ഭീഷണിയല്ല കണ്ണ സാറേ, ഒരു താക്കീതാ.
കണ്ണൻ സാർ ഒഴിച്ച് ഈ നിൽക്കുന്ന എല്ലാവരും എൻ്റെ പരിധിക്കുള്ളിലാ. കണ്ണൻ സാർ ഒഴിച്ച എല്ലാവരെയും ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുക. താനൊന്ന് വീണതല്ലേ തട്ടിന്റെ പുറത്തുനിന്ന്, ഇനി അതിനേക്കാളും വലിയ വീഴ്ച വീഴണോ? മര്യാദയ്ക്ക് അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ച എല്ലാവർക്കും കൊള്ളാം. പോട്ടെ സാറേ. വാമേട്ടാ, ഞാൻ പറഞ്ഞില്ലേ വിശ്വേട്ടൻ ചില്ലറക്കാരനൊന്നും അല്ല. ദേ പൂജ പോലും ചെയ്യാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ ഇവൻ അപ്പപ്പോ എങ്ങനെ അറിയുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്ത. അറിഞ്ഞത് എങ്ങനെയാണെന്ന് അവൻ പറഞ്ഞല്ലോ. ഇനി ഇവന്റെ തല തെറിക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലുമൊക്കെ ദുർമന്ത്രം ചെയ്യേണ്ടി വരും കണ്ണ.